പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഖേദം പ്രകടിപ്പിച്ചതായി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനോടാണ് ഖേദം അറിയിച്ചത്. അക്കാദമിക്കെതിരെ അല്ല തന്റെ കുറിപ്പെന്നും പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയിച്ചതായി കെ സച്ചിദാനന്ദൻ പറഞ്ഞു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഇന്നലെ തന്നെ വലിയ വിവാദവും കോളിളക്കവും ഉണ്ടാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ്. അത് അക്കാദമിക്കെതിരെ ആയിരുന്നു പ്രത്യക്ഷത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇപ്പോൾ ഖേദപ്രകടനം നടത്തി ബാലചന്ദ്രൻ എന്നാണല്ലോ കെ സച്ചിദാനന്ദൻ പറയുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിന് ശേഷം, അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തനിക്ക് സാഹിത്യ അക്കാദമിയിൽ നിന്ന് നേരിട്ട ദുരനുഭവം കുറിപ്പായി എഴുതിയതിനു ശേഷം കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ പ്രതികരിച്ചത് തന്റെ ഭാഗത്ത്, അതായത് നേരിട്ട് ഇക്കാര്യം തനിക്ക് ബന്ധപ്പെട്ടിട്ടില്ല, സെക്രട്ടറിയായി ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്താമായിരുന്നു എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വിവാദമാവുകയും പലരും ഈ ചർച്ച ഏറ്റെടുക്കുകയും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള ആളുകൾ പുതിയ വിഷയവുമായി സാഹിത്യ അക്കാദമിക്കെതിരെ രംഗത്ത് എത്തുകയും ചെയ്തതിനു ശേഷമാണ് ഈ സാഹിത്യ അക്കാദമി ചെയർമാനുമായി കെ സച്ചിദാനന്ദനുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വിളിച്ചിട്ട് അത് സാഹിത്യ അക്കാദമിക്കെതിരെയോ അല്ലെങ്കിൽ കെ സച്ചിദാനന്ദനെതിരെയോ അല്ല തന്റെ കുറിപ്പ് എന്നാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, തന്റെ ഒരു പൊതുവായി ഈ കലാകാരന്മാർ, സാഹിത്യകാരന്മാർക്ക് വേതനം തുച്ഛമാണ്, ആ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കുറിപ്പ് എഴുതിയത്, അല്ലാതെ മറ്റൊന്നും ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നൊരു ഉദ്ദേശം ആയിരുന്നില്ല എന്നാണ് കെ സച്ചിദാനന്ദനോട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, എന്തെങ്കിലും തരത്തിൽ മോശമായി വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിച്ചതായും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ടെലിഫോണിൽ പറഞ്ഞു. ഇദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിട്ടാണ് ഈ ഖേദം പ്രകടിപ്പിച്ചത്. അദ്ദേഹം തന്റെ കുടുംബാംഗത്തെ പോലെയാണ്, ഇളയ സഹോദരനെ പോലെയാണെന്നാണ് കെ സച്ചിദാനന്ദൻ പറഞ്ഞത്. എന്തായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ഒരു തീർപ്പ് അറിയിരുന്നു. കാരണം സാഹിത്യ അക്കാദമി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഖേദപ്രകടനം നടന്നു എന്ന് കെ സച്ചിദാനന്ദൻ ഇപ്പോൾ പറയുന്നത്. അജീഷ് ജയകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.